കോതമംഗലം ലവ് ജിഹാദിൽ സോനയുടെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 പേരടങ്ങുന്ന സംഘം കേസ് അന്വേഷിക്കും. അതേസമയം പ്രതി റമീസിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. റമീസിന്റെ മാതാപിതാക്കളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള സുഹൃത്തിനെയും ചോദ്യം ചെയ്യും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം കൂടുതൽ നടപടികൾ എടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ആത്മഹത്യാക്കുറിപ്പിൽ പ്രതി റമീസും മാതാപിതാക്കളും മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെന്ന് വെളിപ്പെടുത്തലുണ്ടായിട്ടും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. റമീസ് മറ്റൊരു ബന്ധത്തിന് ശ്രമിച്ചപ്പോൾ ഉണ്ടായ തർക്കവും മാനസിക സമ്മർദ്ദവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ വിശദമായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചു. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 പേരാണ് പുതിയ അന്വേഷണ സംഘത്തിലുള്ളത്. പ്രതിയായ റമീസിന്റെ മാതാപിതാക്കൾക്ക് പെൺകുട്ടിയുടെ മരണത്തിൽ കൃത്യമായ പങ്കുണ്ടെന്നും ഇവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിൽ പോലീസ് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ലെന്നും പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞു. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഇന്നലെ വന്ന് മൊഴി എടുത്തു. ഇനിയിപ്പോൾ എൻ്റെ മൊഴി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വാപ്പാനും ഉമ്മാനും പ്രതികളാക്കി കേസെടുക്കുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ബാക്കി ഇതൊന്നും അറിയില്ല. എങ്ങനെ കേസെടുത്തേക്കണം, എന്തൊക്കെ സെക്ഷനാണ് ഇതൊന്നും അറിയില്ല. നമ്മുടെ മൊഴിയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ മതം മാറാനുള്ള കാരണം കൊണ്ടുമാണ് ആത്മഹത്യ എന്ന് പറഞ്ഞു. വകുപ്പുകൾ ചുമത്തണം, ഇതും മതം മാറാൻ പ്രേരിപ്പിച്ച് അങ്ങനെ കുറെ ഇതുണ്ടല്ലോ, മർദ്ദിച്ച് അതെല്ലാം ചുമത്തണമല്ലോ. ഇതൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല. അതേസമയം പ്രതി റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് ഇന്ന് സമർപ്പിക്കും. കൂടാതെ റമീസിന്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ഇതിനുശേഷം ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെന്ന് പെൺകുട്ടി തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടും പോലീസ് ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്താത്തതിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഈ സാഹചര്യത്തിലാണ് BJP പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. സുശോഭ് KS-നൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി.